ഞാൻ എന്റെ റീഡിംഗ് ജേർണി തുടങ്ങിയത് എന്റെ 30s-ലാണ്. ബുക്സിന്റെ ലോകത്തിലോട്ട് കടക്കാനുള്ള ആ ഒരു സ്പാർക്ക് എനിക്ക് തന്നത് ഒരു ബുക്കാണ്. ബുക്ക് ഏതാണെന്നും എന്തുകൊണ്ടാണ് ആ ബുക്ക് എനിക്ക് സ്പെഷ്യലായി തോന്നിയതും എന്നുമെല്ലാം വഴിയെ പറയാം. ഇൻ കേസ് ആ ഒരു ബുക്ക് ഞാൻ കണ്ടെത്തിയില്ലായിരുന്നെങ്കിലും എന്റെ ലൈഫ് ഇപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ചിലപ്പോൾ ബുക്സ് ഞാൻ വായിക്കാൻ തുടങ്ങി കാണില്ലായിരിക്കാം, എന്തിന് ഈ ചാനൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകില്ലായിരിക്കാം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമൽ വീഡിയോ ആണെങ്കിലും ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പിന്നിൽ 3 കാരണങ്ങളുണ്ട്. നമ്പർ 1, ബുക്ക് വായന ഏത് പ്രായത്തിൽ വേണമെങ്കിലും തുടങ്ങാം. സോ ഇതുവരെ ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല, ഇനിയിപ്പോ ഇതൊക്കെ വായിച്ചിട്ട് എന്ത് നേടാനാണ് എന്നൊന്നും തോന്നരുത് എന്നൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്പർ 2, എത്രയൊക്കെ മോട്ടിവേറ്റഡ് ആയാലും ബുക്ക് വായന ഇഷ്ടമാകണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ റൈറ്റ് ബുക്ക്. മറ്റുള്ളവർക്ക് റൈറ്റ് എന്ന് തോന്നുന്ന ബുക്സ് നിങ്ങൾക്ക്, അതും നിങ്ങൾ ഇപ്പോഴുള്ള സിറ്റുവേഷന് ചിലപ്പോൾ റൈറ്റ് ആകണമെന്നില്ല. മേ ബി ആ ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ബുക്ക് വായനയിൽ ചിലപ്പോൾ ഗ്രിപ്പ് ഇതുവരെ കിട്ടാതിരിക്കുന്നത്. ഹാരി പോട്ടറിന്റെ ഓതർ JK റോളിംഗ് പറഞ്ഞ കോട്ട്, ഇഫ് യു ഡോണ്ട് ലൈക്ക് ടു റീഡ് യു ഹാവന്റ് ഫൗണ്ട് ദ റൈറ്റ് ബുക്ക് എന്ന് മനസ്സിൽ ഓർത്ത് ഹോപ്പ് വിടാതെ പല ബുക്സ് ട്രൈ ചെയ്യുക. നമ്പർ 3, ഇനി റൈറ്റ് ബുക്ക് നിങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാം. എന്റെ അടുത്ത വീഡിയോയിൽ 10 വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്നവർക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലെ 10 ബുക്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ആ റൈറ്റ് ബുക്ക് ആ ലിസ്റ്റിൽ ഉണ്ടായേക്കാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് മിസ് ദാറ്റ്. ഓക്കെ, ബാക്ക് ടു നമ്മുടെ വീഡിയോയിലോട്ട് വരാം. ഞാൻ എപ്പോഴാണ് എങ്ങനെയാണ് റീഡിംഗ് തുടങ്ങിയത്? സ്കൂള് കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊന്നും അക്കാഡമിക് ബുക്സ് അല്ലാതെ മറ്റു ബുക്സ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. എന്റെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് സർക്കിളിലൊന്നും ബുക്ക് വായിക്കുന്നവരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ സമയം പഠിത്തം അല്ലാതെ മറ്റൊന്നും ആലോചിക്കാനായിട്ട് അറിയില്ലായിരുന്നു. കോളേജ് കഴിഞ്ഞ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബുക്സ് വായിക്കാനായിട്ട് ട്രൈ ചെയ്തത്. ആ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഹോസ്റ്റലിൽ അവളുടെ കുറച്ച് ബുക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവള് വായിക്കുന്ന കണ്ടിട്ടും പിന്നെ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്നിരുന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാതെ ബോർ അടിച്ചിരുന്നത് കൊണ്ടുമാണ് ഞാൻ ബുക്സ് ആദ്യമായിട്ട് വായിക്കാനായിട്ട് നോക്കിയത്. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ബൂം ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ബോർ അടിച്ചിരുന്നത്. ഓക്കെ, എന്റെ ഫസ്റ്റ് ബുക്ക് റീഡിംഗ് എക്സ്പീരിയൻസ് നല്ല കോമഡി ആയിരുന്നു. സിഡ്നി ഷെൽഡൻ എന്ന ഒരു ഓതറിന്റെ ഏതോ ഒരു ബുക്കാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ എടുത്തത്. ആദ്യം ഒരു പേജ് വായിച്ചു, ഒന്നും മനസ്സിലായില്ല. ആ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, നെക്സ്റ്റ് പേജും കൂടി വായിക്കാം, അപ്പോഴേക്കും കുറച്ചൊക്കെ മനസ്സിലാകും എന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും വായിച്ചു. എന്നിട്ട് ഒന്നും മനസ്സിലായില്ല. ചേട്ടാ ഇതിപ്പോ എന്താ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ അല്ലേ പഠിച്ചത്, എന്നിട്ട് എന്താ ഒന്നും മനസ്സിലാകാത്തത് എന്നൊക്കെ ഓർത്തിട്ട് ഇൻട്രസ്റ്റ് പോകാനായിട്ട് തുടങ്ങി. എന്നാലും സാരമില്ല, കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു 5-6 പേജ് കൂടി വായിച്ചു. എന്നിട്ടും ഈ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്താണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്ന് ഒരു പിടിയും കിട്ടിയില്ല. അങ്ങനെ ആ ബുക്ക് ഞാൻ 10 പേജ് പോലും വായിക്കാതെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു, നീ വേണേല് ചേതൻ ഭഗത് എന്ന ഓതറിന്റെ ബുക്ക് വായിക്കുക, അത് കുറച്ച് ഈസി റീഡ് ആണ് എന്നൊക്കെ. അങ്ങനെ 2 States and 5 Point Someone എന്ന 2 ബുക്സ് ഞാൻ വായിച്ചു. അപ്പൊ ഒരു സമാധാനമായി, അറ്റ്ലീസ്റ്റ് 2 ബുക്സ് എങ്കിലും വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയല്ലോ എന്ന്. അതിനുശേഷം അഗാഥ ക്രിസ്റ്റയുടെ 2-3 ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കഥയൊക്കെ ഇഷ്ടമായെങ്കിലും വായന എന്ന ആ ഒരു ത്വര ഒന്നും വന്നില്ലായിരുന്നു. സോ റീഡിംഗ് കണ്ടിന്യൂ ചെയ്യാതെ അവിടെ വെച്ച് തന്നെ അങ്ങനെ സ്റ്റോപ്പായി. പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, US-ലോട്ട് മൂവ് ചെയ്തു. ഈ സമയത്തൊന്നും ബുക്കുമായിട്ട് തീരെ കണക്ഷൻ ഇല്ലായിരുന്നു. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, US-ലോട്ട് വന്നിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയിൽ എല്ലാ ആഴ്ചയും 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ മുടങ്ങാതെ പോകുമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു, എന്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാനോ നന്നായില്ല, എന്റെ കുട്ടിയെങ്കിലും നന്നാവട്ടെ എന്ന് സാധാരണ എല്ലാ പാരന്റ്സിനും ഉണ്ടാകാറുള്ള ആ ഒരു മെന്റാലിറ്റി കൊണ്ടാണ് ഞാനും പോയത്. ഇവിടുത്തെ പബ്ലിക് ലൈബ്രറീസിൽ ആഴ്ചയിൽ 1-2 ദിവസം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല പരിപാടികൾ ഉണ്ടാകാറുണ്ട്. ലൈക്ക് ബേബി സ്റ്റോറി ടൈം, ടോഡ്ലർ സ്റ്റോറി ടൈം, പ്രീ സ്കൂൾ സ്റ്റോറി ടൈം എന്നൊക്കെ. ആ സമയം ഒരു ലൈബ്രറിയൻ കുട്ടികൾക്ക് ബുക്സ് ഒക്കെ വായിച്ചു കൊടുക്കും. എന്നിട്ട് ഓരോ റൈംസും പാട്ടും ഒക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കും. ഇതൊക്കെ നല്ലതല്ലേ, എന്റെ മോൾക്ക് വേഗം തന്നെ ബുക്സ് ഒക്കെ ഇഷ്ടമാകും എന്നൊക്കെ വിചാരിച്ച് എല്ലാ ആഴ്ചയും ഞാൻ അവളെ കൊണ്ടുപോകുമായിരുന്നു. കോമഡി എന്താ വെച്ചാൽ, കിഡ്സ് ബുക്ക് സെക്ഷൻ എല്ലാം ഒരു വശത്തും അഡൽട്ട് ബുക്ക് സെക്ഷൻ എല്ലാം മറുവശത്തുമാണ്. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ബോർഡ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഭാഗത്തോട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു റൂട്ടീനിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയി. എന്റെ 2ാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷം ലൈഫ് ഇത്തിരി അല്ല കുറച്ച് അധികം ബിസി ആവാനായിട്ട് തുടങ്ങി. ബേബിയുടെ കൂടെയുള്ള സ്ലീപ്ലെസ് നൈറ്റ്സ്, പിന്നെ ആ സമയത്ത് ഞാൻ MS ചെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, അതും പോരാഞ്ഞിട്ട് വർക്ക്, അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ എക്സസൈസ്, സെൽഫ് കെയർ എന്നൊരു സംഭവമേ ലൈഫിൽ ഇല്ലാതെ അത്യാവശ്യം കയോട്ടിക് ആയിട്ട് തന്നെ ഡേയ്സ് പോകാൻ തുടങ്ങി. എപ്പോഴും ബിസിയാണ്, ഒന്നിന് സമയം കിട്ടുന്നില്ല, അതും ഇതും എന്ന് പറഞ്ഞ ഒരേ ഓട്ടമാണ്. സ്ലീപ്പ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഫുള്ള് ടയേർഡ്നെസ് ആണ്. അങ്ങനെ മൊത്തത്തിൽ ഫുള്ള് കയോസ് ആയിരുന്നു. ഓൾസോ മോമി ഗിൽറ്റ് പോലും വരാനായിട്ട് തുടങ്ങി. ഞാൻ കുട്ടികളെ നന്നായി നോക്കുന്നുണ്ടോ, സ്റ്റഡീസ്, വർക്ക് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ കൂടെ ആവശ്യത്തിനുള്ള സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കുറെ തോട്ട്സ്. അങ്ങനെ ലൈഫ് ബിസിയായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ലൈഫിൽ ആ ഒരു ദിവസം വന്നത്. എനിക്ക് മറക്കാൻ പറ്റാത്ത ആ ഒരു ദിവസം, ബുക്സിന്റെ ലൈഫിൽ കടക്കാനായിട്ട് തുടക്കം കുറിച്ച ദിവസം. കുട്ടികൾ സ്കൂളിൽ പോയതിനു ശേഷം ഞാൻ വീട്ടിന്റെ അടുത്തുള്ള ലൈബ്രറി പോകുമായിരുന്നു. അവിടെ ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ പ്രോജക്ട് വർക്ക്സ് ഒക്കെ ചെയ്യുമായിരുന്നു. ജസ്റ്റ് ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ സ്പേസിന് വേണ്ടിയിട്ടാണ്
പോയിരുന്നത്. എപ്പോഴും പോകുന്നുണ്ട്, പക്ഷെ എന്തോ ആ ഒരു ദിവസം മാത്രം ഈ വർക്കിംഗ് ടേബിൾസ് ഒക്കെ ഇട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്ന ഭാഗത്തുള്ള ബുക്ക് ഷെൽഫിൽ ഞാൻ ജസ്റ്റ് നോക്കി നിന്നു. അത് പാരന്റിംഗ് ബുക്സിന്റെ സെക്ഷൻ ആയിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ടൈം ടു പാരന്റ് എന്നൊരു ബുക്ക് എന്റെ കണ്ണിൽ പെട്ടത്. ഈ ബുക്ക് എങ്ങനെ ഉണ്ടാവുന്ന ഒരു പിടിയില്ല. ഓൾസോ ബുക്സ് ഒക്കെ വായിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി, ഇതൊക്കെ വായിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും സാരമില്ല, എടുത്തു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബുക്ക് അങ്ങ് എടുത്തു. ആ ബുക്ക് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഫുള്ള് മോമി ഗിൽറ്റൊക്കെ അടിച്ചിരിക്കുന്ന എനിക്ക് ബിസി ലൈഫിന്റെ ഇടയിലും എങ്ങനെ പാരന്റിങ്ങിന് സമയം കണ്ടെത്താം എന്നൊക്കെയുള്ള കുറച്ച് ടിപ്സ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ആ ബുക്കിൽ 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ കുട്ടികളുടെ കൂടെയുള്ള ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. സെക്കൻഡ് പാർട്ട് ഫുള്ള് പാരന്റിങ്ങിനോടുള്ള എന്റെ പെർസ്പെക്റ്റീവ് തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു. അതിൽ ഫുള്ള് സെൽഫ് കെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ടു റേസ് എ ഹ്യൂമൻ ബീങ് യു ഹാവ് ടു ബി എ ഹ്യൂമൻ ബീങ്. അതാണ് പാർട്ട് 2. ഹ്യൂമൻ ബീങ്സിന് റെസ്റ്റ്, ഫണ്ണ്, എക്സസൈസ്, സ്ലീപ്പ് ഇതെല്ലാം വേണം. അത് പാരന്റ്സിനും വേണം. പക്ഷേ നമ്മൾ എന്താ ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ കുട്ടി വന്നു കഴിഞ്ഞാലും അതൊക്കെ മറക്കും. ഫുൾ എന്റെ കുട്ടിയുടെ കൂടെ ഞാൻ ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ ഈ റെസ്റ്റ്, സ്ലീപ്പ്, ഫണ്ണ്, എക്സസൈസ് ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തും എന്നറിയാതെ അതൊക്കെ ലോ പ്രയോറിറ്റി ആക്കുന്നു. ഇതൊന്നും ഇല്ലാതാവുമ്പോൾ പാരന്റിംഗ് ലൈഫിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാവുന്നു. കുട്ടികളുടെ കൂടെ ചിലവഴിക്കാനുള്ള എനർജി ഇല്ലാതെ ഫുള്ള് ഡ്രെയിൻഡ് ഔട്ട് ആവുന്നു. പാരന്റിംഗ് ഈക്വൽ ടു കിഡ്സ് പ്ലസ് സെൽഫ് കെയർ ആണ് എന്ന രീതിയിൽ നോക്കാനായിട്ട് എന്നെ പഠിപ്പിച്ച ബുക്കാണ് ടൈം ടു പാരന്റ്. ആ ബുക്ക് വായിച്ചതിന് ശേഷം ഞാൻ എക്സസൈസിന് ടൈം കണ്ടെത്താൻ തുടങ്ങി. വിന്റർ ആണ്, തണുപ്പാണെങ്കിലും ജാക്കറ്റും ബൂട്ട്സും ഒക്കെ ഇട്ടിട്ട് ഞാൻ വാക്കിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ എന്റെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. ഒരു ബുക്കിന് ഇത്ര പവർ ഉണ്ടെങ്കിൽ വൈ ഷുഡ് ഐ ലിമിറ്റ് വിത്ത് വൺ എന്ന് ഓർത്തിട്ട് വേറെ ഓരോ സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ എടുത്ത് വായിക്കാനായിട്ട് ഞാൻ തുടങ്ങി. ബിഗിനർ ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ഞാൻ ഓരോ ബുക്സ് തീർക്കുള്ളായിരുന്നു. ബട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്ന് പറഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പതുക്കെ പതുക്കെ എനിക്ക് ബുക്സിനോട് ഒരുതരം ഒബ്സെഷൻ ആവാനായിട്ട് തുടങ്ങി. റീഡിങ് ഫാസ്റ്റ് ആയി, ഒരുപാട് ബുക്സ് വായിച്ചു. ആ ടൈമിൽ എന്റെ ഹസ്ബൻഡും ഓഡിയോ ബുക്സ് കേൾക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ വായിച്ച ബുക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമായിരുന്നു. നമ്മൾ വായിച്ച ബുക്സിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരുതരം സന്തോഷം വരാൻ തുടങ്ങി. അത് കാരണം ആരെങ്കിലും ഞാൻ കാരണം റീഡിംഗ് ഹാബിറ്റ് തുടങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ ഐ വിൽ ബി ഇൻ ക്ലൗഡ് 9. ബുക്സ് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തതുപോലെ മറ്റുള്ളവരുടെ ലൈഫ് ബുക്സിലൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ കാരണമായി എന്നറിയുന്നത് എനിക്ക് വല്ലാത്തൊരു ഫീല് തരാനായിട്ട് തുടങ്ങി. അതാണ് അന്നപൂർണീസ് നൂലകം എന്ന ഈ ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം. അങ്ങനെ ബുക്സിലൂടെ എന്റെ ഇക്കിഗൈ ബുക്സ് ആണെന്ന് ഞാൻ എന്റെ 30s കണ്ടെത്തിയത്. സോ എന്റെ ഈ ഒരു കഥ ഞാൻ ഷെയർ ചെയ്യുന്നതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നാൽ ബുക്സ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ യു ഫൈൻഡ് ദ റൈറ്റ് ബുക്ക് ആൻഡ് അപ്ലൈ ദ ലെസൺസ് യു ലേൺ ഫ്രം ഇറ്റ്. എക്സസൈസ്, സെൽഫ് കെയർ ഇതൊന്നുമില്ലാതെ വർക്ക്, സ്റ്റഡീസ്, കുട്ടികള് എന്നൊക്കെ ടൂ മച്ച് കാര്യങ്ങളിലൂടെ ലൈഫ് പോയ സമയത്ത് ടൈം ടു പാരന്റ് വാസ് മൈ റൈറ്റ് ബുക്ക്. അപ്പോൾ ഞാൻ ആ ബുക്ക് ഒന്നുകൂടി എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് അന്ന് തോന്നിയ ആ സെയിം വാവ് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. ബിക്കോസ് നൗ മൈ സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്. സോ ഡോണ്ട് മിസ് മൈ നെക്സ്റ്റ് വീഡിയോ അബൌട്ട് 10 ബുക്സ് ഫോർ 10 ഡിഫറെന്റ് ലൈഫ് സിറ്റുവേഷൻസ്. ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫ് സിറ്റുവേഷൻ അതിലുണ്ടായേക്കാം. നിങ്ങളുടെ റീഡിംഗ് ജേർണി തുടങ്ങാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ച ബുക്ക് ഏതാണെന്ന് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.